അല്ലെന്ന് ഇപ്പോഴല്ലേ ഗൗരവത്തോടു കൂടിയുള്ള പരാതി വരുന്നത്. ഗൗരവത്തോടു കൂടിയ ഒരു പരാതി ഇപ്പോഴല്ലേ വരുന്നത്. ഇന്നാണ് വരുന്നത് യഥാർത്ഥത്തിൽ. ഇന്നലെ അല്ല, അത് അവർക്കൊരു മെസ്സേജ് ഞാനത് പറഞ്ഞു കഴിഞ്ഞു. ഇനി വീണ്ടും ആവർത്തിച്ച് പറയാൻ 3 പ്രാവശ്യം ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഒരേ ചോദ്യത്തിന് 3 പ്രാവശ്യം ഞാൻ മറുപടി പറഞ്ഞു. അല്ലല്ല, സ്ഥാനമാനങ്ങളൊക്കെ കിട്ടുന്നത് അവരവരുടെ കഴിവനുസരിച്ച് അവരവർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടുന്നതാണ്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അദ്ദേഹം ഇലക്ഷനിൽ മത്സരിച്ച് ജയിച്ചാണ്. നമുക്ക് വല്ലതും പറയാം. ആ ജയത്തെ പറ്റി ആരോപണമുണ്ട്. കാര്യമൊന്നുമില്ല, അത് പാർട്ടി അന്വേഷിച്ച് അതിലൊരു തെറ്റുമില്ലെന്ന് കണ്ടുപിടിച്ചു. അല്ലെന്നേ, അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, അത് നിങ്ങളുടെ ഭാഷ, അതിന് ഞാൻ മറുപടിയില്ല. ഞാൻ ചോദിക്കുന്നത്, ആ കുട്ടി ഇന്നലെ നിങ്ങളെല്ലാവരും തല കുത്തി ചോദിച്ചല്ലോ. നിങ്ങളെല്ലാവരും അല്ല, ചില ചാനലുകൾ, അതായത് എന്നെപ്പറ്റി എന്തെങ്കിലും കിട്ടുക എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ചല്ലോ ആ കുട്ടിയുടെ നിന്ന്. ആ കുട്ടി എന്താ മറുപടി പറഞ്ഞത്? എന്നെക്കുറിച്ച് എന്താ മറുപടി പറഞ്ഞത്? എൻ്റെ പിതാവിന് തുല്യനാണ്, ഞാൻ അതുപോലെയാണ് കാണുന്നതെന്നാ. നിങ്ങൾക്കൊന്നും കിട്ടിയില്ല. നിങ്ങൾ ആ കുട്ടിയെ ഒരു ഇരയാക്കി നിർത്തിക്കൊണ്ട് നിങ്ങൾ ഇത് മാത്രം പോരായിരുന്നു. നിങ്ങൾക്ക് പലർക്കും ഞാനും കൂടിയായിരുന്നു ടാർഗറ്റ്. നിങ്ങൾക്ക് ഇന്നലെ ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ ഞാൻ കൂടിയായിരുന്നു ടാർഗറ്റ്. അല്ല, ഇയാൾക്ക് ഞാൻ മറുപടി പറയുന്നില്ല. ഇയാൾക്ക് മറുപടിയില്ല. കാരണം ഇയാൾ വെറുതെ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നെ പറയാൻ ഇയാൾ സമ്മതിക്കണമില്ല. ഇയാൾ തടസ്സപ്പെടുത്തിയാൽ ഞാൻ നിർത്തിയിട്ട് പോകും. ഇയാൾ നിരന്തരമായി ഞാൻ സംസാരിക്കുന്നതിനിടയിൽ ആദ്യം മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഒരാൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ചോദിക്കാതിരിക്കാൻ ശ്രമിക്കുക. അദ്ദേഹം പറഞ്ഞു തീർന്നിട്ട് എനിക്കതിനുള്ള അവകാശമുണ്ടല്ലോ. നിങ്ങളുടെ ചോദ്യത്തിന് വേറൊരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചതിനാണ് ഞാൻ മറുപടി പറയണത്. നിങ്ങൾ പറഞ്ഞയച്ചേക്കണവർ വേറെ വല്ലതും പറഞ്ഞാണ്. എൻ്റെ അടുത്ത് വേണ്ട. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ താങ്കൾ പറഞ്ഞല്ലോ ഈ പെൺകുട്ടി താങ്കളോട് ഒരു മെസ്സേജിന്റെ കാര്യം അങ്ങനെ ഒരു പരാതി പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ ആ കുട്ടിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല. ഞങ്ങളുടെ മുമ്പിൽ പരാതി വന്നിട്ടുള്ള പരാതി ഗൗരവത്തോടുകൂടി പരിശോധിച്ച് വേണ്ട നടപടി എടുക്കും. അതിൽ മുഖം നോക്കൂല. അതിനേക്കാളും വലിയ മറുപടി ഇന്ന് മാറ്റുമോ? ബന്ധപ്പെട്ട കാര്യം അറിഞ്ഞപ്പോൾ അവിടെ നടപടി ഉണ്ടാവില്ലായിരുന്നു. അവിടെ പിതാവിന്റെ ഭാഗത്തുനിന്നുള്ള നടപടി താങ്കളുടെ ഭാഗത്ത് എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ട് പരാതി നിയമ നടപടി സ്വീകരിക്കണം. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെതിരെ ഒരു പരാതി വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, അത് നിങ്ങൾ പല മൈക്കിൽ പോയി പ്രസംഗിക്കും. അങ്ങ് പരിഹരിച്ചെന്നാണല്ലോ പറഞ്ഞാൽ. പരിഹരിച്ചത് എന്താണെന്ന് പറയൂ. എന്താണെന്ന് സൗകര്യമില്ല. നിങ്ങളോട് എനിക്ക് പറയാൻ സൗകര്യമില്ല. എന്നോട് പറയണ്ട, ബാക്കിയുള്ള മാധ്യമങ്ങളോട് പറയാം. പറവൂരിലെ വീട്ടിലേക്ക് ഡിവൈഎഫ്ഐ അത് നടത്തിക്കോട്ടെ. അത് എപ്പോഴും എല്ലാ മാസവും ഡിവൈഎഫ്ഐയും BJPയും എൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നു. അതില്ലെങ്കിൽ ഞാൻ അന്വേഷിക്കാറുണ്ട് എന്താ വരാത്ത ഈ മാസം. അല്ല, അത് സംഘടനാപരമായി എടുക്കേണ്ട തീരുമാനമല്ലേ. സംഘടനാപരമായി എടുക്കേണ്ട തീരുമാനമാണ്. പരാതി പരിശോധിച്ച് അതിൻ്റെ എല്ലാ വശങ്ങളും നോക്കി അയാൾക്കത് പറയാനുള്ള, ആരോപണ വിധേയനായ ആൾക്ക് മറുപടി പറയാനുള്ള ഇതുകൂടി കൊടുത്ത് നടപടിയെടുക്കുക. അങ്ങനെയാണ് പാർട്ടിയിലൊരു പ്രൊസീജിയറുണ്ട്. പാർട്ടിയിലൊരു നടപടിക്രമമുണ്ട്, പ്രൊസീജിയറുണ്ട്. ഞാൻ എല്ലാ ചെറുപ്പക്കാരെയും പ്രോത്സാഹിപ്പിക്കാറ്. അതല്ല പറഞ്ഞത്. അതിലല്ല കരിവാരി തേപ്പിക്കാനൊന്നും ഞാൻ ഈ വിഷയത്തിൽ ആരെയും ഡിഫെൻഡ് ചെയ്തിട്ടില്ല. പിന്നെ ഇല്ലാത്ത കാര്യം പറഞ്ഞെന്തിനാണ്? ഞാൻ ഈ വിഷയത്തിൽ നിങ്ങൾ ചോദിച്ചിട്ടുമില്ല, ഞാൻ ആരെയും ഡിഫെൻഡ് ചെയ്തില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഈ വിഷയത്തിൽ പ്രതികരിക്കണം. ഞാൻ വളരെ കൃത്യമായ മറുപടിയും പറഞ്ഞു. പിന്നെ ഒരു പാർട്ടിയല്ലേ, എത്ര ലക്ഷക്കണക്കിന് ആളുകളുള്ളതാണ്. നിങ്ങളുടെ മാധ്യമപ്രവർത്തകരിൽ എത്ര പേരുണ്ട്? മാധ്യമ ഓഫീസിൽ എത്ര പേരെക്കുറിച്ച് പരാതി പല കാര്യത്തിൽ വരാറുണ്ട്? അതിന് ആ മാധ്യമ ഓഫീസിലിരിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉത്തരവാദികളാണോ? എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിൽ എത്ര പേരെക്കുറിച്ച് പരാതി പറയാറുണ്ട്? എനിക്കറിയാമല്ലോ ഒരുപാട് പേരുടെ പേര് എനിക്കറിയാമല്ലോ. ഞാൻ അങ്ങനെ പേരൊന്നും പറയില്ലല്ലോ. ഓഫീസിലെ പരാതി വന്നിരിക്കുന്നത് സഹപ്രവർത്തകരോട് മോശമായിട്ട് പെരുമാറിയതിൻ്റെ പേരിൽ എത്ര പേർക്കെതിരായിട്ട് പരാതി
അതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സ്വാഭാവികമായ കാര്യങ്ങളാണ്. പക്ഷേ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങളത് ഒരു ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയൊരു സംഭവം ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആരായാലും നടപടിയെടുക്കും. അതിൽ കൂടുതൽ ഞങ്ങൾ എന്തെടുക്കാൻ പറ്റും? പരിചയസമ്പന്നനായ നേതാവ് പല നേതാക്കളെ വിലയിരുത്തുന്ന ആളാണ്. പല കാര്യങ്ങളും അങ്ങേര് അദ്ദേഹം താങ്കൾ തന്നെ പല വിലയിരുത്തലും കേരളം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് അങ്ങ് പല കാര്യങ്ങളിലും എനിക്ക് എനിക്ക് താങ്കളെ പോലെ ഫേസ് റീഡിങ്, മൈൻഡ് റീഡിംഗ് ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. മൈൻഡ് റീഡിംഗ് ഒക്കെ ഉണ്ട് ഇപ്പോൾ പുതിയ രീതിയിൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചുള്ള മൈൻഡ് റീഡിങ്, ഫേഷ്യൽ റീഡിംഗ് ഒക്കെ ഉണ്ട്. അത് ഞാൻ പഠിച്ചിട്ടില്ല. MLA സ്ഥാനം രാജിവെക്കേണ്ട ആവശ്യമുണ്ടോ? ഈ ഗൗരവം ഞങ്ങളിത് പരിശോധിക്കട്ടെ എന്നേ. ഞങ്ങളിത് പരിശോധിച്ചിട്ട് പരാതിയുടെ ഗൗരവം അനുസരിച്ച് ആൾക്ക് പറയാനുള്ളത് കൂടി കേട്ട് വേണ്ട നടപടി സ്വീകരിക്കും. അങ്ങനെയല്ലേ പറ്റുള്ളൂ. ഒരു പ്രൊസീജിയറല്ലേ. ഒരുപാട് ചോദിച്ചു. നീ വേറെ ആർക്കെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? MLA സ്ഥാനം കൂടെ മാറി കേട്ടതല്ലേ, അത് തെളിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ പരാതിയുടെ ഗൗരവം നോക്കും, ആൾക്ക് പറയാനുള്ളത് നോക്കും, എന്നിട്ട് നടപടി സ്വീകരിക്കും. അത് ചെയ്യാൻ പോണ കാര്യം ഇപ്പോഴേ ചോദിച്ചാലാ? ഇപ്പോഴേ ചോദിക്കല്ലേ? വേണ്ട നടപടി ഒരു മുഖം നോക്കൂല ആര്. ഒരു കാര്യം കൂടി, ഈ പെൺകുട്ടിക്കെതിരെ വ്യാപകമായ സൈബർ ആക്രമണം കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് അല്ല, ഞങ്ങളത് കോൺഗ്രസിൻ്റെ ഒരു കേന്ദ്രത്തിൽ നിന്നും ആക്രമണം നടക്കുന്നില്ല. കുറേ CPM-കാരെ ആ കുട്ടിയെ ആക്രമിക്കുന്നുണ്ട്. കാരണം കുട്ടിയെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വേറെ പല കേന്ദ്രങ്ങളിൽ നിന്നും ആ കുട്ടിയെ ഒരാളും കോൺഗ്രസ്സിലെ ഒരാളും ആക്രമിക്കില്ല. അങ്ങനെ ആരെങ്കിലും ആക്രമിച്ചെന്ന് ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും സൈബർ ആക്രമണത്തിന് വിധേയമായി കുട്ടിയെന്ന് ഞങ്ങൾ അറിഞ്ഞാൽ ഞങ്ങൾ അവർക്കെതിരെ നടപടിയെടുക്കും, ഉറപ്പായിട്ടെടുക്കും. പക്ഷേ ഞങ്ങൾ ആണെന്നുള്ള പേരിൽ കുട്ടിയെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കുറേ പേര് 2-3 ചാനലുകാർ എന്നെയും കൂടി ഇതിൻ്റെ അകത്ത് പെടുത്താൻ പറ്റുമെന്ന് നന്നായി ശ്രമിച്ചെന്നില്ല. അതിന് ഞാൻ പ്രത്യേകം നന്ദി പറയാം.